ഹംസത്തുൽ വസ്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾ സയ്യിദ് ഉസ്താദിന്റെ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തസ്ഹീലിനെ പറ്റി പഠിച്ചിട്ടില്ലേ? തസ്ഹീലുൽ ഹംസ, ഹംസയെ തസ്ഹീൽ ചെയ്യുന്ന. നഅം നഅം അഹ്സൻ. നഅം. അറബി ഭാഷയിൽ ലാമു തഅരീഫിന് മുൻപ് വരുന്ന ഹംസത്തുൽ വസ്ൽ, ഹർഫുകളിൽ ഹംസത്തുൽ വസ്ൽ വന്നാൽ അത് എപ്പോഴും ഫത്ഹായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹർഫുകളിലുള്ള ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ ലാമു തഅരീഫിൽ ഉള്ള ഹംസത്തുൽ വസ്ൽ അതിനെപ്പോഴും ഫത്ഹായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ലാമു തഅരീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആലിം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പണ്ഡിതൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാകുന്നത്. ആലിമുൻ, ഏതോ ഒരു പണ്ഡിതൻ. അതിൽ അൽ വന്നാൽ അൽ ആലിമു, ആ പണ്ഡിതൻ എന്ന അർത്ഥം വരും. ആ പണ്ഡിതൻ. ആലിമു എന്ന് പറഞ്ഞാൽ ഏതോ പണ്ഡിതൻ. അൽ ആലിമു എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതൻ, നമ്മൾ നേരത്തെ അറിയപ്പെട്ട ആ ഒരു പണ്ഡിതൻ എന്ന അർത്ഥമാണ് വരിക. അതിനാണ് ലാമു തഅരീഫ് എന്ന് പറയുന്നത്. അതിനു മുൻപ് വരുന്ന ഹംസത്തുൽ വസ്ലിന് എപ്പോഴും ഫത്ഹായിരിക്കും. ഇതേപോലെ ഈ ലാമു തഅരീഫിന്റെ മുൻപ് വരുന്ന ഈ ഹംസത്തുൽ വസ്ൽ പദത്തിന്റെ തുടക്കത്തിൽ ഉള്ള ഹംസത്തുൽ വസ്ലാണ്. ഇതേപോലെ പദങ്ങളുടെ ആരംഭത്തിൽ വരുന്ന മറ്റൊരു ഹംസ ഉണ്ട്. അത് മറ്റു പദങ്ങളുടെ ഭാഗം അല്ല, ആ ഹംസ തന്നെ ഒരു പദമാണ്. അതിന് ഹംസത്തുൽ ഇസ്തിഫ്ഹാം എന്നാണ് പറയുക. ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ഇസ്തിഫ്ഹാമിന്റെ ഹംസ എന്നാണ് അതിന് പറയുക. ഉദാഹരണത്തിന് സൈദുൻ ഖായിമുൻ അല്ലെങ്കിൽ അൽ ആലിമു ഖായിമുൻ, ആ പണ്ഡിതൻ നിൽക്കുകയാണ് എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അൽ ആലിമു ഖായിമുൻ എന്ന സെന്റൻസിന്റെ അർത്ഥം ആ പണ്ഡിതൻ നിൽക്കുകയാണ് എന്നാണ്. ആ ഒരു പദത്തിന്റെ മുൻപ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന ഹംസ വന്നാൽ അവിടെ അർത്ഥം എന്താകും? തുടക്കത്തിൽ ഹംസ വരികയാണ്, അൽ ആലിമു ഖായിമുൻ, ആ പണ്ഡിതൻ നിൽക്കുകയാണ് എന്ന പദത്തിന്റെ മുൻപ് ഒരു ഹംസ വന്നാൽ അൽ ആലിമു ഖായിമുൻ എന്നാണ് വരിക. അൽ ആലിമു ഖായിമുൻ, പണ്ഡിതൻ നിൽക്കുകയാണോ എന്ന ചോദ്യമായി മാറും. സൈദുൻ ഖായിമുൻ, സൈദ് നിൽക്കുകയാണ്. സൈദുൻ ഖായിമുൻ, സൈദ് നിൽക്കുകയാണോ എന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഈ തുടക്കത്തിൽ ഉള്ള ഹംസത്തുൽ ഇസ്തിഫ്ഹാം വരിക. ഇങ്ങനെ ഹംസത്തുൽ വസ്ലിന്റെ മുൻപ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഹംസത്തുൽ വസ്ലിന്റെ മുൻപ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം 3 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം നോക്കൂ. അൽ ആലിമു ഖായിമുൻ, പണ്ഡിതൻ നിൽക്കുകയാണ്. അതിനു മുൻപ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം വന്നാൽ അത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുക? അൽ ആലിമു ഖായിമുൻ എന്നല്ല. കാരണം അൽ ആലിമു എന്നുള്ളതിലുള്ള ഹംസ അത് വസ്ലിന്റെ ഹംസയാണ്. അതിനു മുൻപ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം വന്നാൽ അതുമായി ചേർത്തി വായിക്കുമ്പോൾ ഹംസത്തുൽ വസ്ല് ഉച്ചാരണത്തിൽ വരികയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉച്ചാരണത്തിൽ ഉണ്ടാകുക? അൽ ആലിമു ഖായിമുൻ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അൽ ആലിമു ഖായിമുൻ എന്ന ഹംസത്തുൽ വസ്ലിന്റെ മുൻപ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം വന്നാൽ അത് കൂട്ടി വായിക്കുന്ന സമയത്ത്
ഹംസത്തുൽ വസ്ല് നഷ്ടമാകും. പക്ഷേ ഇപ്പോഴുള്ള വായനയിലുള്ള പദവും എന്തു തന്നെയാണ്? അൽ ആലിമു ഖായിമുൻ എന്നാണ്. ഹംസത്തുൽ ഇസ്തിഫ്ഹാം ഇല്ല എങ്കിലും അൽ ആലിമു ഖായിമുൻ എന്നാണ്. ഹംസത്തുൽ ഇസ്തിഫ്ഹാം വന്നാലും അൽ ആലിമു ഖായിമുൻ എന്നാണ്. അപ്പോൾ അവിടെ ചോദ്യമാണോ എന്ന് മനസ്സിലാവൂല. ചോദ്യമാണോ എന്ന് മനസ്സിലാവൂല. ആരാ ഓഡിയോ ഓൺ ചെയ്തിട്ടുള്ളത്? അതൊന്ന് ഓഫ് ചെയ്യും. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ അൽ ആലിമു ഖായിമുൻ, അൽ ആലിമു ഖായിമുൻ, പണ്ഡിതൻ നിൽക്കുന്നവനാണ്. ഈ അൽ ആലിമിന്റെ മുൻപ് ചോദിക്കാൻ വേണ്ടി വരുന്ന ഹംസത്തുൽ ഇസ്തിഫാം വന്നാൽ ഈ ഹംസയുമായി ഈ പദത്തെ കൂട്ടി വായിക്കുമ്പോൾ ഹംസത്തുൽ വസ്ല് വായിക്കൂല, ഹംസത്തുൽ വസ്ല് വായിക്കൂല. അപ്പോഴും അൽ ആലിമു ഖായിമുൻ, പണ്ഡിതൻ നിൽക്കുകയാണോ എന്നതിലും അൽ ആലിമു ഖായിമുൻ, പണ്ഡിതൻ നിൽക്കുകയാണ് എന്നതിലും ഒരേ വായനയാണ് വരിക. വായനയിൽ രണ്ടും ഒന്നായിരിക്കും. അപ്പൊ അത് ചോദ്യമാണോ എന്ന് നമുക്ക് മനസ്സിലാവൂല. മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഖുർആനിൽ ആകെ വന്നത് 3 തവണയാണ്. 3 തവണയാണ് ഹംസത്തുൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ 2 രൂപത്തിലാണ് പാരായണം ചെയ്യപ്പെടുക. സാധാരണ കൂട്ടി വായിക്കുമ്പോൾ, വസ്ല് ചെയ്യുമ്പോൾ വസ്ലിന്റെ ഹംസ ഉച്ചാരണത്തിൽ വരില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഹംസത്തുൽ ഇസ്തിഫാമിന്റെ കൂടെയുള്ള വസ്ലിന്റെ ഹംസ അത് ഹർഫുകളിലുള്ള വസ്ലിന്റെ ഹംസ, ഹർഫുകളിലുള്ള വസ്ലിന്റെ ഹംസ ഹംസത്തുൽ ഇസ്തിഫാമിന്റെ കൂടെ വരുമ്പോൾ ആ ഹംസയെ 2 രൂപത്തിൽ പാരായണം ചെയ്യും. ഒന്ന്, ഹംസയെ അലിഫാക്കി മറിക്കും. ഹംസയും അലിഫും ഒന്നല്ല, വേറെ വേറെ പദങ്ങളാണ്. ഈ ഹംസത്തുൽ വസ്ലിനെ അലിഫാക്കി മറിക്കും. ഈ 3 പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അദ്ദക്കറൈനി. അദ്ദക്കറൈനി എന്ന് പറഞ്ഞാല് പുരുഷന്മാരെയാണോ, 2 പുരുഷന്മാരെയാണോ എന്നാണ്. അദ്ദക്കറൈൻ എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാർ. അദ്ദക്കറൈനി എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാരെയാണോ എന്ന ചോദ്യമാവും. അവിടെ അദ്ദക്കറൈനി എന്നതിലുള്ള ഹംസയെ ഒന്നുകിൽ അലിഫാക്കി മറിക്കണം. അപ്പോ അദ്ദക്കറൈനി എന്ന രൂപത്തിൽ ഓതും. അതിന് ഇബ്ദാൽ ചെയ്യുക എന്നാണ് പറയാ. അതുപോലെ തന്നെ അൽ ആൻ, ഇപ്പോൾ എന്നാണ് അർത്ഥം. അൽ ആൻ, ഇപ്പോൾ. അതിന്റെ മുൻപ് ഹംസത്തുൽ ഇസ്തിഫാം വന്ന് അൽ ആൻ എന്നുള്ളത് ഹംസത്തുൽ ഇസ്തിഫാമിന്റെ ശേഷമുള്ള ഹംസത്തുൽ വസ്ലിനെ ഇബ്ദാൽ ചെയ്ത് അൽ ആന, ഇപ്പോഴാണോ എന്ന ചോദ്യമായി. അതുപോലെ തന്നെ അല്ലാഹു എന്നതിലുള്ള ഹംസത്തുൽ വസ്ൽ, അതിനു മുമ്പ് ഹംസത്തുൽ ഇസ്തിഫാം വന്നിട്ടുണ്ട് ഖുർആനിൽ. അല്ലാഹു എന്നുള്ളത് അല്ലാഹു എന്ന രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോ ഹംസത്തുൽ വസ്ലിനെ
അലിഫാക്കി ഇബ്ദാൽ ചെയ്യുന്ന സന്ദർഭം ഉണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ തസ്ഹീൽ ചെയ്യലും ജായിസ് ആണ്. തസ്ഹീൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹംസയുടെ ഷിദ്ദത്തിനെ ഒഴിവാക്കി ഒരു ഒഴുകുന്ന രൂപത്തിലുള്ള ഹംസയാക്കി ഹംസയെ മാറ്റുക. അപ്പോ സാധാരണ ഹംസത്തുൽ വസ്ലിനെ കളയുകയാണ് ചെയ്യാറുള്ളത്, ഇവിടെ തസ്ഹീൽ ചെയ്യുന്നു. അല്ലാഹു എന്നുള്ളത് അല്ലാഹു എന്നോതുന്നു. അദ്ദകറൈനി എന്നുള്ളത് അദ്ദകറൈനി എന്നോതുന്നു. അൽ ആന എന്നുള്ളത് അൽ ആന അൽ ആന എന്ന രൂപത്തിൽ ഹംസ ശരിക്ക് അ ഇ ഉ എന്നാണ് വേണ്ടത്. അത് അ ഇ ഉ എന്ന രൂപത്തിൽ മദ്ദാകുന്നില്ല. എന്ന് മദ്ദാകുന്നില്ല, തൊണ്ടയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതേസമയം അതിനൊന്ന് തസ്ഹീൽ ചെയ്ത് ഷിദ്ദത്തൊക്കെ ഒഴിവാക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കുന്ന ഒരു ശൈലി, ആ ഒരു രണ്ട് ശൈലി ഇബ്ദാല് പറ്റും, അതുപോലെ തന്നെ തഗ്യീറും പറ്റും. ഇബ്ദാൽ എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ വസ്ലിനെ അലിഫാക്കി മാറ്റിയും ഓതാം, അതുപോലെ തന്നെ ഹംസത്തുൽ വസ്ലിനെ തഗ്യീർ ചെയ്യാം, തസ്ഹീൽ ചെയ്ത് അതിനെ ഒരു മാറ്റം വരുത്തിയിട്ട് ഓതുകയും ചെയ്യാം. ഹർഫുകളിലുള്ള ഹംസത്തുൽ വസ്ൽ പ്രവേശിക്കുമ്പോഴാണ് ഈ ഒരു രൂപം വരുന്നത്. ഹർഫുകളിലുള്ള ഹംസത്തുൽ വസ്ൽ, ഇസ്മുകളിലുള്ള ഹംസത്തുൽ വസ്ൽ വരുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഹർഫുകളിലുള്ള ഹംസത്തുൽ വസ്ലിന്റെ കൂടെ ഹംസത്തുൽ ഇസ്തിഫ്ഹാം വരുമ്പോഴാണ് ഈ ഒരു രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വിഷയം മദ്ദുകൾ ആണ്. മദ്ദുകളെ സംബന്ധിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എന്ന് മാത്രം പറഞ്ഞാൽ അത് മദ്ദക്ഷരമല്ല. ഫത്ഹിന് ശേഷം വരുന്ന അലിഫ്, അതുപോലെ കെസ്റിന് ശേഷം വരുന്ന സാക്കിനായ യാ, ദമ്മിന് ശേഷം വരുന്ന സാക്കിനായ വാവ്, ഇവയാണ് മദ്ദക്ഷരങ്ങൾ. ദമ്മിനെ നീട്ടാൻ വേണ്ടി വരുന്ന സാക്കിനായ വാവ്, കെസ്റിനെ നീട്ടാൻ വേണ്ടി വരുന്ന സാക്കിനായ യാ, ഇനി ഫത്ഹിനെ നീട്ടാനായി വരുന്ന അലിഫ്, ഇതിനാണ് മദ്ദക്ഷരങ്ങൾ എന്ന് പറയുന്നത്. മദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മദ്ദക്ഷരങ്ങൾ മദ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി സിയാദത്ത് എന്നാണ് അതിന്റെ അർത്ഥം, വർദ്ധിപ്പിക്കുക. ഞാൻ എന്റെ പ്രഭാഷണം മദ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ എന്റെ പ്രഭാഷണത്തെ വർദ്ധിപ്പിച്ചു, നീട്ടി, കുറെ സമയം പറഞ്ഞു. ഞാൻ എന്റെ ക്ലാസ്സിനെ മദ് ചെയ്തു എന്നൊക്കെ പറയാം. ഭാഷാപരമായി വർദ്ധിപ്പിച്ചു എന്നാണ് മദ്ദിന്റെ അർത്ഥം. ഇനി സാങ്കേതികമായി മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാലത്തു സൗതി ബിഹർഫിൻ മിൻ ഹുറൂഫിൽ മദ്ദി ഔ ബിഹർഫിൻ മിൻ ഹുറൂഫിൽ ലീൻ. മദ്ദക്ഷരങ്ങൾ കൊണ്ടോ ലീൻ അക്ഷരങ്ങൾ കൊണ്ടോ ശബ്ദത്തെ നീട്ടുക, ശബ്ദത്തെ നീട്ടിക്കൊണ്ടുപോവുക, അതിനാണ് സാങ്കേതികമായി മദ്ദക്ഷരം എന്ന് പറയുന്നത്. ഇതാലത്തു സൗതി ബിഹർഫിൻ മിൻ ഹുറൂഫിൽ മദ്ദി ഔ ബിഹർഫിൻ മിൻ ഹുറൂഫിൽ ലീൻ. ലീനക്ഷരങ്ങൾ കൊണ്ടോ മദ്ദക്ഷരങ്ങൾ കൊണ്ടോ ഒരു ശബ്ദത്തെ നീട്ടുക. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഫത്ഹിന് ശേഷം വരുന്ന അലിഫ്, കെസ്റിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ദമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്. ഞാൻ ഫത്ഹിന് ശേഷമുള്ള അലിഫ് എന്ന് പറയാൻ കാരണം എന്താണ്? സാക്കിനായ സുക്കൂനുള്ള അലിഫ് എന്ന് പ്രത്യേകം പറയുന്നില്ല. കാരണം അലിഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സുക്കൂനായി തന്നെ ഉണ്ടാവും. ഹറക്കത്തിനെ കബൂൽ ചെയ്യാത്ത ഒരു അക്ഷരമാണ് അലിഫ്. അതുകൊണ്ട് അത് സുക്കൂനുള്ള അലിഫ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതേസമയം വാവും യാവും അങ്ങനെയല്ല. വ വി വു യ ഈ യു എന്ന് എന്ത് ചെയ്യും? ഹറക്കത്തിനെ കബൂൽ ചെയ്യുന്നതാണ്. അപ്പോൾ സുക്കൂൻ ഉള്ളത് എന്ന് അവിടെ തന്നെ പറയണം. ഇനി ലീനക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫത്ഹിന് ശേഷമുള്ള സുക്കൂനുള്ള വാവ്, അതുപോലെ തന്നെ യ, ഇവയാണ് ലീനക്ഷരങ്ങൾ. ഔ
ഐ, ബൗ, ബൈ, ചൗ, ചൈ. ഇതിനാണ് ലീനക്ഷരം എന്ന് പറയുന്നത്. ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് അല്ലെങ്കിൽ യാ, ഇതാണ് ലീനക്ഷരങ്ങൾ. ഈ മദ്ദുകൾ രണ്ട് വിധം ആണ്. അൽ മദ്ദുൽ അസ്ലി, അസ്ലിയായ മദ്ദാണ് ഒന്നാമത്തെ ഇനം. അസ്ലിയായ മദ്. എന്താണ് അസ്ലിയായ മദ്? അസ്ലിയായ മദ് മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്ത മദ്ദുകൾക്കാണ് മദ്ദുൻ അസ്ലി എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നീട്ടാൻ വേണ്ടി വന്ന അക്ഷരത്തിന്റെ ശേഷം ഹംസയല്ല, സുക്കൂനുള്ള അക്ഷരം അല്ല. ഹംസയല്ലാത്ത 27 അക്ഷരങ്ങളിലുള്ള ഏതോ ഒരക്ഷരമാണ്. ആ അക്ഷരത്തിനാണെങ്കിൽ സുക്കൂനും ഇല്ല. മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്ത മദ്ദുകൾക്കാണ് മദ്ദുൻ അസ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഈ മദ് അസ്ലി എത്രയാണ് നീട്ടേണ്ടത്? മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഖദ്ർ, അതായത് 2 ഹറക്കത്ത് മാത്രമേ മദ് അസ്ലി നീട്ടുകയുള്ളൂ. അടിസ്ഥാനപരമായി നീട്ടി എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു അളവിൽ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അതേതാണ് അളവ്? സാധാരണ നിലക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ കടയിൽ പോയാൽ 1 കിലോ മാങ്ങ വേണം എന്ന് പറയും. 1 കിലോ മാങ്ങ എന്ന് പറയും. 1 കിലോ മങ്ങ എന്ന് നമ്മൾ പറയില്ല. മങ്ങ എന്ന് പറഞ്ഞാൽ കടക്കാരന് മനസ്സിലാവില്ല. 1 കിലോ മാങ്ങ വേണം എന്ന് പറഞ്ഞാലോ നിനക്കെന്താണ് പറ്റിയത് എന്ന് അയാൾ തിരിച്ചു ചോദിക്കും. അതൊരു സാധാരണക്ക് വിരുദ്ധമാണ് അങ്ങനെയൊക്കെ നീട്ടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ 1 കിലോ മാങ്ങ, മലയാളത്തിലൊക്കെ സാധാരണ നമ്മൾ നീട്ടുന്ന ആ ഒരു അളവാണ് മദ് അസ്ലിന്റെ അളവ്. അതാണ് 2 ഹറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദ്ദുൻ അസ്ലിന്റെ നല്ലൊരു ഉദാഹരണമാണ് നൂഹീഹ. നൂഹീഹ, നൂ, ഹീ, ഹ, 3 മദ്ദുകളും ഉള്ള ഒരു പദമാണ് നൂഹീഹ. അപ്പൊ അത്രയാണ് നീട്ടേണ്ടത്. അതുജാദിലൂനനി, അതുജാ എന്ന അലിഫ്, ദിലൂ എന്ന വാവ്, നീ, നനി എന്ന യാ. അതുജാദിലൂനനി നൂഹീഹ. അതാണ് മദ്ദുൻ അസ്ലിന്റെ ഉച്ചാരണ രൂപം. 2 ഹറക്കത്താണ് നീട്ടേണ്ടത്. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് മദ് അസ്ലി? മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്ത മദ്ദുകൾക്കാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. അതാണ് മദ് അസ്ലി. അതിന് മദ് ത്വബഈ എന്നും പേരുണ്ട്, അല്ലെങ്കിൽ മദ് ത്വബഅ, മദ്ദുൻ ത്വബഈ എന്നോ അല്ലെങ്കിൽ മദ് ത്വബഅ എന്നോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അത് മദ് അസ്ലിന്റെ മറ്റൊരു പേരാണ്. ത്വബഅ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രകൃതം, സാധാരണ നിലക്ക്, സാധാരണത്വം, അതാണ് ത്വബഅ എന്ന് പറഞ്ഞാൽ. അപ്പോ സാധാരണ നീട്ടുന്ന, കൂടുതൽ നീട്ടാത്ത സംസാരങ്ങളിലൊക്കെ മറ്റും വരുന്ന ഒരു നീട്ടൽ, അതിനാണ് മദ് ത്വബഅ അല്ലെങ്കിൽ അൽ മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത്. അപ്പൊ മദ്ദുകൾ 2 വിധം. ഒന്നാമത്തത് മദ് അസ്ലി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് മദ്ദുൻ ഫർഈ ആണ്. മദ്ദുകളിൽ രണ്ടാമത്തത് മദ്ദുൻ ഫർഈ ആണ്. എന്താണ് മദ് ഫർഈ എന്ന് പറഞ്ഞാൽ? മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസയോ, എല്ലാവരും ശ്രദ്ധിക്കുക, മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസയോ, മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം സുക്കൂനോ വരുന്ന മദ്ദുകൾക്കാണ് മദ് ഫർഈ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസ വന്നാൽ അത് മദ് ഫർഈ ആണ്. സമാ പോലെ, മാ പോലെ, അത് കൂടുതൽ നീട്ടേണ്ട മദ്ദാണ്. അതുപോലെ
മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം, ലീനക്ഷരത്തിന്റെ ശേഷം ഹംസ വന്നാല് അത് പിന്നെ മദ് ഫർഈ ആവുന്നില്ല, അത് മദ്ദുല്ലീൻ ആവുന്ന അടിസ്ഥാനപരമായ അസ്ലിയായ രൂപത്തിലുള്ള മദ്ദുല്ലീൻ തന്നെയാണ് ആവുക. ലീനക്ഷരത്തിന്റെ ശേഷം ഹംസ വന്നാല് ഷൈഇൻ, ഷൈഇൻ എന്ന പദത്തിൽ കൂടുതൽ നീട്ടേണ്ടതില്ല, ഷൈഇൻ എന്ന് തന്നെ നീട്ടേണ്ടതുള്ളൂ. അതേസമയം മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അത് മദ് ഫർഈയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസയോ മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം സുക്കൂനോ വരുന്ന മദ്ദുകൾക്കാണ് മദ് ഫർഈ, കൂടുതൽ നീട്ടേണ്ട മദ്ദുകൾ എന്ന് പറയുന്നത്. അപ്പോ ഹലോ, ഓഡിയോ ഓൺ ആണല്ലോ, ഓഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കണ്ടല്ലോ. നാസിയ, ഈ മദ് ഫർഈ 5 വിധം ഉണ്ട്. മദ് ഫർഈ 5 വിധം. എന്താണ് മദ് ഫർഈ എന്ന് നമ്മൾ മനസ്സിലാക്കി. മദ്ദക്ഷരത്തിന്റെ ശേഷം ഹംസയോ മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം സുക്കൂനോ ഉള്ള മദ്ദുകൾക്കാണ് മദ് ഫർഈ എന്ന് പറയുന്നത്. മദ് ഫർഈ 5 വിധമുണ്ട്. ഒന്ന് മദ്ദുൻ മുത്തസിൽ, മുത്തസിലായ മദ്ദാണ്. രണ്ടാമത്തത് മുൻഫസിൽ, മൂന്നാമത്തത് ലാസിം, നാലാമത്തത് ആരിദ്, അഞ്ചാമത്തത് അല്ലീൻ. എന്താണ് മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. മദ്ദക്ഷരത്തിന്റെ ശേഷം അതേ പദത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന്റെ ശേഷം അതേ പദത്തിൽ ഹംസ വന്നു, അപ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ നീട്ടുന്ന ഒരവസ്ഥയ്ക്കാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നതിനാൽ ഉണ്ടാകുന്ന മദ്ദിനെയാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. ഈ മദ്ദുൽ മുത്തസിലിന് എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. മദ് മുത്തസിലിന് മദ് വാജിബ് എന്നും പേരുണ്ട്. കിതാബുകളിലൊക്കെ ചിലപ്പോ മദ്ദുൽ വാജിബ് എന്നൊക്കെ കാണാം. ചില കിതാബുകളിൽ അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ, അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ എന്നൊക്കെ കിതാബുകളിൽ കാണാം. മദ് വാജിബ് എന്നും മദ് മുത്തസിലിന് പേര് ഉണ്ട്. ഈ മദ് മുത്തസിൽ എത്രയാണ് നീട്ടേണ്ടത്? മഹാനായ അൽ ഖാരി ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, മഹാനവറുകളുടെ അഭിപ്രായ പ്രകാരം 7 ഹറക്കത്താണ് മദ് മുത്തസിൽ നീട്ടേണ്ടത്. അതേസമയം നമ്മുടെ റിവായത്ത് ഹഫ്സ് റളിയല്ലാഹു തആല അൻഹു, ആസിം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ റിവായത്ത്, ഈ റിവായത്തിന് 2 ത്വരീഖുകൾ ഉണ്ട്. ഒന്ന് ഷാത്തിബിയ്യ ത്വരീഖ്. നമ്മുടെയൊക്കെ ത്വരീഖ് ഹഫ്സ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിൽ തന്നെ അശ്ശാത്തിബിയ്യ, ത്വരീഖു ഷാത്തിബിയ്യ എന്ന ത്വരീഖാണ് കേരളക്കാരായ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഖുർആൻ പാരായണത്തിന്റെ ത്വരീഖ്. ആ ഷാത്തിബി ത്വരീഖ് പ്രകാരം, പ്രബലമായ അഭിപ്രായ പ്രകാരം, ഷാത്തിബി ത്വരീഖിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം 4 അല്ലെങ്കിൽ 5 ഖദറാണ് നീട്ടേണ്ടത്. ഖാരി ഉസ്താദ് 7 ഖദർ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേസമയം ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിന്റെ ത്വരീഖുകൾ 2 ആണ്. ഒന്ന് ഷാത്തിബി ത്വരീഖ്, രണ്ടാമത്തത് ത്വയ്യിബത്തുൻ നശ്ർ എന്ന് പറയും. ഒന്ന് ഷാത്തിബി ത്വരീഖും രണ്ടാമത്തത് ത്വയ്യിബത്തുൻ നശ്റും. ഷാത്തിബി ത്വരീഖ് പ്രകാരം, പ്രബലമായ അഭിപ്രായ പ്രകാരം 4 ഹറക്കത്ത് അല്ലെങ്കിൽ 5 ഹറക്കത്ത് ആണ് മദ്ദുൻ വാജിബായ മദ് മുത്തസിൽ നീട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഖാരി ഉസ്താദ് പറഞ്ഞതുപോലെ നീട്ടാം, അല്ല 4 5ന്റെ മുകളിൽ ചുരുക്കുകയാണെങ്കിൽ അതും ചെയ്യാം. രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഖാരി ഉസ്താദിന് അവരുടെ ഉസ്താദുമാരിൽ നിന്ന് ലഭിച്ച റിവായത്ത് അനുസരിച്ചാണ് 7 ഹറക്കത്ത് എന്ന് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു മഹാനവറുകളുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ 5 ഹറക്കത്ത് അല്ലെങ്കിൽ 7 ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ? മദ് മുത്തസില് മദ് അസ്ലീനേക്കാൾ നീട്ടൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് മദ്ദുൽ വാജിബ് എന്ന് പേര് വന്നത്. മദ് അഫ്വൻ മദ് മുത്തസിൽ മദ് അസ്ലീനേക്കാൾ നീട്ടൽ നിർബന്ധമാണ്. അത് 7 വരെ നീട്ടാമെന്ന് ഖാരി ഉസ്താദ്, അതുപോലെ തന്നെ ഷാത്തുബി തരീഖ് പ്രകാരം, നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ തരീഖ് പ്രകാരം 4 or 5. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എണ്ണുന്ന രൂപത്തിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. وأنزلنا من السماء ماء. അത് 5ന്റെ മേൽ ചുരുക്കുകയും ചെയ്യാം. മദ് അസ്ലീനേക്കാൾ നീട്ടൽ മാത്രമേ നിർബന്ധമുള്ളൂ. അതേസമയം ഖുർആൻ പാരായണ വേളയിൽ ഈ 4 അല്ലെങ്കിൽ 5 ഹറക്കത്തെങ്കിലും നീട്ടി ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത്രയും നീട്ടി ഓതുന്നതാണ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വരുന്നതിന് ഉദാഹരണം എന്താ? ഒന്ന് നസ്റുല്ലാഹി, പോലെ ജ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ആ വന്നു. അതുപോലെ യുറാഊന, യുറാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഊ എന്ന ഹംസ വന്നു. അതുപോലെ സീ എന്ന യാന് ശേഷം ഹംസ വന്നു. അതുപോലെ സൂ എന്ന വാവിന് ശേഷം ഹംസ വന്നു. അപ്പോ അലിഫിന് ശേഷം വന്നത് യുറാഊന, അതും അലിഫിന് ശേഷം വന്നത്. അതുപോലെ യാന് ശേഷം ഹംസ വന്നത്. സൂഇൻ, വാവിന് ശേഷം ഹംസ വന്നത്. എല്ലാത്തിന്റെയും ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇനി വഖഫിന്റെ വേളയിൽ ഈ മദ് മുത്തസിലിനെ വഖഫ് ചെയ്യുന്ന വേളയിൽ 6 ഹറക്കത്ത് വരെ നീട്ടാം എന്ന് ഷാത്തുബി തരീഖ് അനുസരിച്ചു തന്നെ ഉണ്ട്. വഖഫിന്റെ വേളയിൽ മദ് മുത്തസിലിനെ 6 ഹറക്കത്ത് വരെ നീട്ടാം. അത് മദ്ദുൽ മുത്തസിൽ എന്ന നിലക്കല്ല, മദ്ദുൽ ആരിദ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതിനെ കൂടി പരിഗണിച്ചാണ്. മദ്ദുൽ ആരിദ് എന്ന് പറയുന്ന ഒരു മദ് വരുന്നുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം താൽക്കാലിക സുക്കൂൻ വന്നാലാണ് മദ്ദുൽ ആരിദ് എന്ന് പറയാ. ഉദാഹരണത്തിന് ജാ എന്ന പദം വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ജാ എന്ന ഹംസയുടെ താൽക്കാലികമായ സുക്കൂൻ അത് പരിഗണിക്കുമ്പോൾ അവിടെ മദ്ദുൽ ആരിദും ഉണ്ട്. അവിടെയും ഏറ്റവും നല്ലത് 4 or 5 ഹറക്കത്ത് നീട്ടുന്നതാണ്. കാരണം അത് നമുക്ക് പിന്നെ പറയാം. മദ്ദുകളുടെ ഖുവ്വത്തിനെ സംബന്ധിച്ച് ഒന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഏതായാലും മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ മദ്ദാണ് അൽ മദ്ദുൽ മുൻഫസിൽ, മുൻഫസിലായ മദ്. മദ്ദുകൾ 5 വിധം, മദ് ഫറൈകൾ 5 വിധം. അതിൽപ്പെട്ട ഒന്നാമത്തെ മദ് മുത്തസിൽ, രണ്ടാമത്തെ മദ് മുൻഫസിൽ. എന്താണ് മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ? ഒരു കലിമത്തിന്റെ അവസാനം മദ്ദക്ഷരം വരികയും അടുത്ത കലിമത്തിന്റെ തുടക്കത്തിൽ ഹംസ വരികയും ചെയ്തു. ഒരു കലിമത്തിന്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത കലിമത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ അതാണ് മദ്ദുൽ മുൻഫസിൽ എന്നറിയപ്പെടുന്നത്. മുൻഫസിലായ മദ്ദും 4 അല്ലെങ്കിൽ 5 ഹറക്കത്താണ്. ഹഫ്സ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിൽപ്പെട്ട ഷാത്തുബി തരീഖ് പ്രകാരം 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് വരെയാണ് നീട്ടേണ്ടത്.
ഈ മുൻഫസ്സിലായ മദ്ദിന് മുത്തസ്സിലായ മദ്ദിന് മദ്ദുൽ വാജിബ് എന്ന് പേരുള്ളത് പോലെ മുൻഫസ്സിലായ മദ്ദിന് അൽ മദ്ദുൽ ജായിസ് എന്ന് പേരുണ്ട്. മദ്ദുൽ ജായിസ് എന്ന് പറഞ്ഞാൽ മദ് മുൻഫസിൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ എന്നൊക്കെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇതിന് ഉദാഹരണം എന്താണ്? ലാ അഅ്ബുദു പോലെ. ലാ അഅ്ബുദു, ലാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത പദമാണ് അഅ്ബുദു, അതിന്റെ തുടക്കത്തിൽ ഹംസ വന്നു. അതുപോലെ തൂബൂ ഇലല്ലാഹ്, തൂബൂ എന്ന വാവിന് ശേഷം അടുത്ത പദത്തിൽ ഹംസ വന്നു, ഇലല്ലാഹ്. അതുപോലെ ഹഉലാഇ എന്നതിലുള്ള ഹ എന്നത് ഒരു പദവും ഉലാഇ എന്നുള്ളത് വേറെ പദവുമാണ്. ഉലായിക്ക എന്നൊക്കെ നിങ്ങൾ ഖുർആനിൽ കാണാലോ. അപ്പൊ ഉലാഇ എന്നുള്ളത് വേറെ പദമാണ്. ഹ എന്ന് പറയുന്നത് തംബീഹിന് വേണ്ടി വരുന്ന, നമ്മളെ ഉണർത്താൻ വേണ്ടി വരുന്ന ഒരു പദമാണ് ഹ. അപ്പൊ ഹ എന്ന പദത്തിന്റെ അവസാനത്തിൽ അലിഫും രണ്ടും കൂട്ടി എഴുതും. അത് റസ്മിന്റെ പ്രത്യേകതയാണ്, എഴുത്തിന്റെ പ്രത്യേകതയാണ്. ഉലായി എന്ന പദത്തിന്റെ കൂടെ ഹ വരുമ്പോൾ ഹായും ഉലായിയും കൂടി കൂട്ടി എഴുതും. അത് എഴുത്തിന്റെ പ്രത്യേകതയാണ്. ഹ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേറെ പദമാണ്, ഉലായി എന്നുള്ളത് വേറെ പദവും. അപ്പൊ ഹ എന്ന മദ്ദക്ഷരത്തിന്റെ ശേഷം അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസ വന്നു, അതും മദ് മുൻഫസിൽ ആണ്. അതേസമയം ഉലായി എന്നതിലുള്ളത് മദ് മുത്തസിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉലായിക എന്ന് പറയുന്ന ആ ഒരു ഉലായി മദ് മുൻഫസിലായിട്ട് തന്നെയാണ് വരിക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത് മനസ്സിലായോ? ഹ ഉലായി എന്നുള്ളത് അത് എഴുതുന്ന സമയത്ത് എങ്ങനെയാ ഉണ്ടാകുക? ഹ ഉലായി എന്നുള്ളതിൽ ഹ മദ് മുൻഫസിലും ഉലായി എന്നുള്ളത് മദ് മുത്തസിലുമാണ്. അതാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞത്. നഅം, ഹ ഉലായി എന്നാണ് എഴുതുക അല്ലെ. ഈ മദ് മുൻഫസിൽ മുത്തസിൽ പോലെ തന്നെയാണ്, പക്ഷേ അസ്ലീനേക്കാൾ നീട്ടൽ നിർബന്ധമില്ല. അതാണ് വ്യത്യാസം. മുത്തസിൽ അസ്ലീനേക്കാൾ നീട്ടൽ നിർബന്ധമാണ്. മുൻഫസിൽ 4-5 ഹറക്കത്ത് വരെ നീട്ടൽ ജായിസാണ്, നീട്ടാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മളൊരു ആയത്ത് ഓതുമ്പോ അല്ലെങ്കിൽ ഹ ഉലായി എന്ന ആ ഒരു പദം ഓതുമ്പോൾ ഹ എന്നതിൽ മുൻഫസിലും വന്നു, ഉലായി എന്നതിൽ മുത്തസിലും വന്നു. ഇത് ഓതേണ്ട രൂപം എങ്ങനെയാണ്? 2 രൂപത്തിലാണ് അവിടെ ഓതാൻ പറ്റുക. ഒന്നാമത്തത് രണ്ടും ഒരേപോലെ നീട്ടുക, രണ്ടും 4-5 ഹറക്കത്ത് നീട്ടുക. ഹ ഉലായി എന്ന രൂപത്തിൽ രണ്ടും ഒരേപോലെ നീട്ടുക. രണ്ടാമതുള്ളത് മുൻഫസിലായ മദ് കുറച്ച് നീട്ടുക, മുത്തസിൽ കൂടുതൽ നീട്ടുക. ഹ ഉലായി എന്ന് നീട്ടുക. നേരെ തിരിച്ചു പറ്റില്ല. മുൻഫസിൽ കുറെ നീട്ടുകയും മുത്തസിൽ കുറഞ്ഞു പോവുകയും ചെയ്യുക, അത് പറ്റില്ല. ഹ ഉലായി എന്ന് ഓതുന്നത് തെറ്റായ പാരായണമാണ്. അതാണ് നമ്മൾ മുത്തസിലും മുൻഫസിലും നമ്മുടെ ഖിറാഅത്തിൽ ഒരു തവണ ഓതുന്ന സമയത്ത് ഒരായത്തിലൊക്കെ രണ്ടും വരുമ്പോൾ മുത്തസിൽ കൂടുതൽ നീട്ടി മുൻഫസിൽ ചുരുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, രണ്ടും ഒരേപോലെ നീട്ടുന്നത് കൊണ്ടും കുഴപ്പമില്ല. അതേസമയം മുത്തസിലിനേക്കാൾ മുൻഫസിൽ നീട്ടുന്ന ഒരു ശൈലി അത് പാടില്ലാത്തതാണ്, മംനുആൻ, പാടില്ലാത്തൊരു ശൈലിയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ മദ് മദ്ദുൻ ലാസിം ആണ്. മദ്ദുൻ ലാസിം, ലാസിമായ മദ്. എന്താണ് മദ് ലാസിം? മദ്ദക്ഷരത്തിന്റെയോ ലീൻ അക്ഷരത്തിന്റെയോ ശേഷം സ്ഥിരമായ സുക്കൂൻ വരുന്ന മദ്ദുകൾക്കാണ് മദ് ലാസിം എന്ന് പറയുക. മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം ഒരേ കലിമത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരേ പദത്തിൽ മാത്രമേ മദ് ലാസിം ഉണ്ടാവൂ. ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ
സ്ഥിരമായ സുക്കൂനുമായാൽ അവിടെ നീട്ടുകയല്ല ചെയ്യുക, ആ മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? വഅമിലൂ, ലൂ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അസ്സാലിഹാത്ത് എന്ന് വന്നു. അപ്പോ വഅമിലൂ സ്സാലിഹാത്ത്, മദ്ദക്ഷരത്തിന് ശേഷം സ്വാദിന് സുക്കൂനാണ്, ഷദ്ദുള്ള സ്വാദാണല്ലോ പിന്നെ ഉച്ചാരണത്തിൽ വരുന്നത്. അവിടെ മദ് ലാസിം അല്ല വരിക, അവിടെ മദ്ദക്ഷരത്തെ കളയപ്പെടുകയാണ് ചെയ്യുക. വഅമിലു സ്സാലിഹാത്ത് എന്നാണ് വരിക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മദ്ദക്ഷരത്തിന് ശേഷമോ ലീനക്ഷരത്തിന് ശേഷമോ അതേ പദത്തിൽ സ്ഥിരമായ സുക്കൂൻ വന്നാൽ അതിനാണ് മദ്ദുൻ ലാസിം, ലാസിമായ മദ് എന്ന് പറയുന്നത്. മദ്ദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ മദ് മദ് ലാസിമാണ്. അഖ്വൽ മുദൂദി ലാസിമുൻ ഫമത്തസൽ ഫആരിദുൻ ഫാദുൻ ഫിസാലിൻ ഫബദൽ. മദ്ദുകളിൽ ഏറ്റവും ശക്തമായ മദ് ലാസിമായ മദ്ദാണ്. 6 ഹറക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. 6 ഹറക്കത്തിനെ നീട്ടൽ നിർബന്ധമാണ്. മദ്ദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ മദ് മദ് ലാസിമാണ്. എന്തുകൊണ്ട്? ലിത്തിഫാഖിൽ ഖുറാഇ അലാ മദ്ദിഹി വഖദിരി. 10 ഖിറാഅത്തുകളിലും എല്ലാ ഖിറാഅത്തുകളിലും മദ് ലാസിം ഫർഇയായ മദ്ദാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നു മാത്രമല്ല മദ് ലാസിം 6 ഹറക്കത്താണ് നീട്ടേണ്ടത് എന്നതിലും അഭിപ്രായ വ്യത്യാസം ഇല്ല. മദ് ലാസിം 6 ഹറക്കത്താണ് നീട്ടേണ്ടത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എല്ലാ ഖിറാഅത്തിലും മദ് ലാസിം 6 ഹറക്കത്ത് തന്നെയാണ് നീട്ടേണ്ടത്. അതുകൊണ്ട് മദ്ദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖവിയായ മദ് മദ് ലാസിം ആണ്. രണ്ടാം സ്ഥാനം മദ് മുത്തസിലിനാണ്. എന്തുകൊണ്ട്? ലിത്തിഫാഖിൽ ഖുറാഇ അലാ മദ്ദിഹി ലാ അലാ ഖദ്രി. മദ് മുത്തസിൽ എല്ലാ ഖിറാഅത്തുകളിലും മദ് ഫർഇയിൽപ്പെട്ടതാണ്, കൂടുതൽ നീട്ടേണ്ട മദ്ദാണ്. പക്ഷേ അതിന്റെ ഖദർ എത്രയാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. എത്ര നീട്ടണം എന്ന വിഷയത്തിൽ മദ് മുത്തസിലിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. നമ്മുടെ ഖിറാഅത്തിൽ തന്നെ കണ്ടില്ലേ, ഖാരി ഉസ്താദ് 7 ഹറക്കത്ത് നീട്ടാനാണ് പറയുന്നത്. ഷാത്തുബി തരീഖ് പ്രകാരം 4 അല്ലെങ്കിൽ 5. അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്നു. 4 അല്ലെങ്കിൽ 5 വന്നു. 5 എന്ന് പറയുന്നില്ല. മറ്റ് ഖിറാഅത്തുകളിൽ വേറെയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതേസമയം എല്ലാ ഖിറാഅത്തിലും മദ് മുത്തസിൽ ഫർഇയായ മദ് തന്നെയാണ്, കൂടുതൽ നീട്ടേണ്ട മദ് തന്നെയാണ്. മൂന്നാം സ്ഥാനം ആരിദായ മദ്ദാണ്. ആരിദായ മദ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം താൽക്കാലിക സുക്കൂൻ വരുമ്പോൾ ഉണ്ടാവുന്ന മദ്ദിനാണ് മദ് ആരിദ് എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം താൽക്കാലിക സുക്കൂൻ വരിക, അതാണ് മദ് ആരിദ്. നമുക്കത് പറയാനുണ്ട്. നാലാം സ്ഥാനമാണ് മദ് മുൻഫസിലിന്. ഇപ്പോൾ നമ്മൾ പഠിച്ച മദ്ദുൽ ജായിസായ മുൻഫസിലിന് 4ാം സ്ഥാനമാണ്. 5ാം സ്ഥാനം മദ്ദുൽ ബദലിനാണ്. മദ്ദുൽ ബദൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവസാനം ഒന്നുകൂടെ പറയാം. മദ്ദുൽ ബദലും മദ്ദുൽ ഇവളും മദ്ദുൽ സിലയും ഒക്കെ നമുക്കൊന്ന് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് പറയാനുണ്ട്. ഏതായാലും മദ് ലാസിം മദ്ദക്ഷരത്തിന് ശേഷമോ ലീനക്ഷരത്തിന്റെയോ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ വന്നതിനാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ലാസിം എന്ന് പറയുന്നത്. സ്ഥിരമായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ലാഹിറായ സുക്കൂൻ ഉണ്ടാവും, ലാഹിറായ സുക്കൂന്, അല്ലെങ്കിൽ ഷദ്ദിൽ ഉള്ള സുക്കൂന്. ഷദ്ദിൽ ഉള്ള സുക്കൂൻ, ലാഹിറായ സുക്കൂൻ ഉണ്ടാവും, ഷദ്ദിൽ ഉള്ള സുക്കൂനും ഉണ്ടാവും. മീം, അലിഫ് ലാം മീം. ആ മീം എന്നതിലുള്ള സുക്കൂന് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റുന്ന സുക്കൂനാണ്. അതാണ് ലാഹിറായ പ്രത്യക്ഷത്തിലുള്ള സുക്കൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് പറഞ്ഞാൽ ഷദ് വരുമ്പോൾ ഉള്ള സുക്കൂന്. വലല്ലാലീൻ. ലോ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ലാമിന് ഷദ് വന്നു. ആ ഷദ്ദുള്ള ലാമിന്റെ ഒന്നാമത്തെ അക്ഷരം സുക്കൂനാണ്.
അങ്ങനെയുള്ള രൂപത്തിലും സുക്കൂൻ വരാറുണ്ട്. അപ്പൊ സുക്കൂന് സ്ഥിരമായ സുക്കൂന് രണ്ട് രൂപത്തിൽ വരും, ലാഹിറായ രൂപത്തിലും വരും, ഷദ്ദിന്റെ കൂടെയുള്ള സുക്കൂനായിട്ടും വരും. ഈ മദ് ലാസിം രണ്ട് കാറ്റഗറി ആക്കാം. ഏതാണ്? ഒന്ന് കലിമീയ്, രണ്ടാമത്തത് ഹർഫി. കലിമീയ്, ഹർഫി. എന്താണ് കലിമീയായ മദ് ലാസിം എന്ന് പറഞ്ഞാൽ? കലിമത്തുകളിൽ ഉള്ള വാക്കുകളിൽ വരുന്ന മദ് ലാസിമിനാണ് കലിമീ എന്ന് പറയുക. അൽ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഖാഫിന് ശദ്ദ് വന്നു. അപ്പോ ആ ഒരു കലിമത്തിൽ ആണ് മദ് ലാസിം വരുന്നത്. ആ ഒരു കലിമത്തിലാണ് മദ് ലാസിം വരുന്നത്. അതുപോലെ ഹർഫുകളിലുള്ള മദ് ലാസിം ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അലിഫ് ലാം ലാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം മീമിന് സുക്കൂനാണ്. നമ്മുടെ മുസ്ഹഫ് ഫവാത്തിഹ് സുവറുകളിലുള്ള അലിഫ് ലാം മീം ഒക്കെ ഉണ്ടല്ലോ. യാസീൻ, സീ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അവസാനം നൂനിന് സുക്കൂനാണ്. അപ്പൊ അവിടെ മദ് ലാസിം വരുന്നുണ്ട്. അതിനാണ് ഹർഫി എന്ന് പറയുന്നത്. മനസ്സിലായോ? മദ് ലാസിം കലിമിയും ഉണ്ട്, ഹർഫിയും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? നോട്ട്സ് ഒക്കെ വരും. മദ് ലാസിം കലിമിയും ഉണ്ട്, ഹർഫിയും ഉണ്ട്. ഇനി ഈ കലിമിയും ഹർഫിയും തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. കലിമിയ് മുഖഫഫ് ഉണ്ട്, കലിമിയ് മുസഖൽ ഉണ്ട്. രണ്ടും ഉണ്ട്. കലിമിയ് മുഖഫഫ്, കലിമിയ് മുസഖൽ. അതുപോലെ ഹർഫിയ് മുഖഫഫ്, ഹർഫിയ് മുസഖൽ. രണ്ട് രൂപത്തിലുണ്ട്. രണ്ടും മദ് ലാസിം കലിമിയും ഉണ്ട്, ഹർഫിയും ഉണ്ട്. കലിമീന് രണ്ട് രൂപമുണ്ട്, മുസഖൽ, മുഖഫഫ്. ഹർഫിയും രണ്ട് രൂപത്തിലാണ്, മുഖഫഫ്, മുസഖൽ. എന്താണ് മുസഖൽ? ഷദ്ദിൽ ഉള്ള സുക്കൂനാണ് എങ്കിൽ, മദ് ലാസിമിലുള്ള സുക്കൂന് ഷദ്ദിൽ ഉള്ള സുക്കൂനാണ് എങ്കിൽ അതിന് മുസഖൽ എന്നും, ലാഹിറായ സുക്കൂനാണ് എങ്കിൽ അതിന് മുഖഫഫ് എന്നും പറയും. മുസഖൽ എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത്, ഷദ്ദുള്ളത്. മുഖഫഫ് എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്തത്, സുക്കൂനിൽ ഉള്ള മദ് ലാസിം. ഹർഫിയ് മുസഖലിന് ഉദാഹരണമാണ് അൽ ഹാ. കലിമീയ് മുസഖലിന് ഉദാഹരണമാണ് അൽ ഹാഖ. കലിമീയ് മുസഖലിന് ഉദാഹരണമാണ് അൽ ഹാഖ. അത് കലിമത്തുമാണ്, ഷദ്ദിൽ ഉള്ള സുക്കൂനുമാണ്. അപ്പൊ അൽ ഹാഖ എന്നുള്ളത് മദ് ലാസിം കലിമിയുൻ മുസഖലുൻ ആണ്. മദ് ലാസിമായ കലിമീ മുസഖലായ മദ് ലാസിമാണ് അൽ ഹാഖ എന്നുള്ളത്. അതുപോലെ വലദ്ദാല്ലീൻ എന്നുള്ളതും കലിമീ മുസഖലാണ്. അതുഹാജ്ജൂനി, അത് കലിമീ മുസഖലാണ്. കലിമത്തിലാണ്, ഷദ്ദുള്ള അക്ഷരമാണ് വരുന്നത്. ഇനി കലിമീയ് മുഖഫഫ് ഉണ്ട്. കലിമീയ് മുഖഫഫ് ഉണ്ട്. എന്താണ് കലിമീയ് മുഖഫഫ്? ആൽ ആന, ആൽ ആന. അവിടെയുള്ള മദ് ലാസിം മുഖഫഫാണ്. കലിമത്തിലാണ്, പക്ഷെ സാക്കിനായ ആ അക്ഷരം ലാഹിറായി വരുന്നതാണ്, വ്യക്തമായി വരുന്നതാണ്. ഷദ്ദുള്ള അക്ഷരങ്ങളിലുള്ള സുക്കൂനുള്ള അക്ഷരം അല്ല, ഷദ്ദിലുള്ള സുക്കൂനല്ല. ആൽ ആന എന്നതിൽ. അതാണ് കലിമീയ് മുഖഫഫ്. ഇനി ഹർഫിയ് മുസഖൽ എന്താണത്? നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അലിഫ് ലാം മീം, അലിഫ് ലാ എന്ന മദ് ലാസിം ശേഷം ഉള്ള മീമിന് ഷദ്ദാണ്. അതിനാണ് മുസഖൽ, ഹർഫി മുസഖൽ എന്ന് പറയുന്നത്. ലാ എന്ന ആ ഒരു മദ്ദക്ഷരത്തിന് ശേഷം മീ, അല്ലെ, ഷദ്ദുള്ള മീമിന്റെ തുടക്കത്തിലുള്ള
മീം കൊണ്ടാണ്, മീമിന് സുക്കൂൻ ആയതുകൊണ്ടാണ് അവിടെ മദ് ലാസിം ആവുന്നത്. അതാണ് ഹർഫി മുസഖൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദ്ദു ലാസിമുൻ ഹർഫിയുൻ മുസഖലുൻ. അതുപോലെ മദ് ലാസിം ഹർഫി മുഖഫഫ് ഉണ്ട്. അതിന് ഏതാ ഉദാഹരണം? അലിഫ് ലാം മീം, മീം എന്നുള്ളത്. ലാമി അത് മുസഖൽ ആണ്. അതേസമയം മീം എന്നുള്ളതോ മുഖഫഫുമാണ്. ഈ മീം എന്നതിന്റെ അവസാനത്തിലുള്ള മീമിന് ലാഹിറായ സുക്കൂനാണ്. യാസീൻ എന്നതിലുള്ള സീൻ പോലെ, ഹാമീം എന്നതിലുള്ള മീം പോലെ, അലിഫ് ലാം റാ എന്നതിലുള്ള ലാം പോലെ, അലിഫ് ലാം മീ അതിലുള്ള ലാം അത് മുസഖൽ ആണ്. കാരണം അലിഫ് ലാം എന്ന മീമും മീം എന്നതിന്റെ തുടക്കത്തിലുള്ള മീമും കൂടിയിട്ട് ഷദ്ദുള്ള മീമാകുന്നുണ്ട്. അതുകൊണ്ട് മുസഖൽ ആണ്. അതേസമയം അലിഫ് ലാം റാ ലാം എന്ന ആ മീമ് മുഖഫഫ് ആയിട്ടാണ് വരിക. അതിലുള്ള മദ് ലാസിം മുഖഫഫ് ആയിട്ടാണ് വരിക. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പറഞ്ഞത് മനസ്സിലായോ? മദ് ലാസിം അപ്പം 4 കാറ്റഗറി ഉണ്ട്. മദ് ലാസിമുൻ കലിമിയുൻ മുസഖൽ, മദ് ലാസിമുൻ കലിമിയുൻ മുഖഫഫ്, മദ് ലാസിമുൻ ഹർഫിയുൻ മുസഖൽ, മദ് ലാസിമുൻ ഹർഫിയുൻ മുഖഫഫ് എന്നിങ്ങനെ 4 രൂപം മദ് ലാസിം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പല ഗ്രന്ഥങ്ങളിലും തജ്വീദിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ദൗറത്തുൽ ഖുർആനിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഈ മദ് ലാസിമുൻ കലിമിയുൻ മുഖഫഫ് അത് പരിശുദ്ധ ഖുർആനിൽ ആന എന്ന സ്ഥലത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. അത് തന്നെ ആൽ ആന എന്ന പദം ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. സൂറത്ത് യൂനുസ് 51-ാമത്തെ ആയത്തിലും 91-ാമത്തെ ആയത്തിലും. ആൽ ആന എന്ന കലിമീ മുഖഫഫ് ആയിട്ടുള്ള സ്ഥലം സൂറത്ത് യൂനുസിൽ 51-ാമത്തെ ആയത്തിലും 91-ാമത്തെ ആയത്തിലും. അങ്ങനെ 2 തവണയാണ് അൽ ആന വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ കലിമീ മുസഖൽ ആണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇനി ഹർഫി മുസഖലും ഹർഫി മുഖഫഫും ചർച്ച ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഹർഫി ആയിട്ടുള്ള മദ് ലാസിം വന്നത് 14 രൂപങ്ങളാണ് ഫവാത്തിഹ് സുവർ ആയിട്ട് വന്നിട്ടുള്ളത്. 14 രൂപങ്ങൾ. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സാദ്, അലിഫ് ലാം മീം റാ കാഫ് ഹാ യാ ഐൻ സാദ്. അങ്ങനെ 14 രൂപങ്ങളാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഈ 14 രൂപങ്ങൾ 29 സൂറത്തുകളുടെ തുടക്കങ്ങളിൽ ഈ രൂപത്തിലുള്ള അൽ ഹുറൂഫുൽ മുഖത്തഅ കേവല അക്ഷരങ്ങൾ എന്നതിന് പേരുണ്ട്. അതുപോലെ ഫവാത്തിഹ് സുവർ എന്നും അതിന് പേരുണ്ട്. അലിഫ് ലാം മീം യാസീൻ ഹാമീം പോലെയുള്ള ആ ഒരു ആയത്തുകൾക്കുള്ള പേര് ഫവാത്തിഹ് സുവർ എന്നും പേരുണ്ട്. സൂറത്തുകൾ തുടങ്ങുന്ന അക്ഷരങ്ങൾ എന്ന പേരുണ്ട്. അതുപോലെ തന്നെ അൽ ഹുറൂഫുൽ മുഖത്തഅ കേവല അക്ഷരങ്ങൾ, ഹറക്കത്തില്ലാതെ കേവലം അക്ഷരങ്ങളായി മാത്രം വന്ന അക്ഷരങ്ങൾ. അത് എത്ര രൂപമാണുള്ളത്? 14 രൂപമാണുള്ളത്. എത്ര സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഉള്ളത്? 29 സൂറത്തുകളുടെ തുടക്കത്തിൽ ആണ് ഉള്ളത്. ഈ 14 രൂപങ്ങളിൽ 14 അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 14 രൂപങ്ങളിൽ 14 അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ അക്ഷരങ്ങൾ? നസ്സു ഹകീമിൻ ലഹു സിർറുൻ ഖാതിഅ, നസ്സു ഹകീമിൻ ലഹു സിർറുൻ ഖാതിഅ, നസ്സു
ഹകീമിൻ ലഹു സിറുൻ ഖാത്തി'. ആരെങ്കിലൊക്കെ എഴുതിയാൽ നല്ല ഉഷാറുണ്ടാവും. ഏത് സൂറത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സൂറത്ത് യൂനുസ് ആണ് 51-91. അൽ ആന ഉള്ളത് സൂറത്ത് യൂനുസിലാണ്, 51-ാമത്തെ ആയത്തിലും 91-ാമത്തെ ആയത്തിലും. നസ്സു ഹകീമിൻ ലഹു സിറുൻ ഖാത്തി' എന്ന 14 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ മുഖത്തഅയുടെ അല്ലെങ്കിൽ ഫവാത്തിഹു സുവറിന്റെ തുടക്കത്തിലുള്ള 14 അക്ഷരങ്ങൾ. ഇവ മദ്ദിന്റെ കാര്യത്തിൽ 4 ഇനങ്ങളായിട്ടാണ് വരിക. മദ്ദിന്റെ കാര്യത്തിൽ ഈ ഫവാത്തിഹു സുവർ 4 ഇനങ്ങളായിട്ടാണ് വരിക. ഈ 14 അക്ഷരങ്ങൾ ആണ് ഫവാത്തിഹു സുവറിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഫവാത്തിഹു സുവറുകളിൽ 14 അക്ഷരങ്ങളാണ് ഉള്ളത്. ഈ 14 അക്ഷരങ്ങളെ നമുക്ക് 4 കാറ്റഗറി ആക്കാം. തെറ്റാതെ ഓതാൻ ശരിക്കും മനസ്സിലാക്കുക. ഒന്ന്, തീരെ മദ്ദില്ലാത്ത അക്ഷരം. നസ്സു ഹകീമിൻ ലഹു സിറുൻ ഖാത്തി' എന്നതിൽ തീരെ മദ്ദില്ലാത്ത ഒരു അക്ഷരമുണ്ട്. അതേതാണ്? അത് അലിഫ് ആണ്. അലിഫ് സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഫവാത്തിഹു സുവറുകളിൽ തീരെ മദ്ദില്ലാത്തത് അലിഫ് എന്നതിലാണ്. അത് നീട്ടാൻ പാടില്ല. അലിഫ് അലിഫ് ലാം മീം എന്നൊന്നും നീട്ടാൻ പാടില്ല. അലിഫ് എന്ന് മാത്രമേ അത് ഓതാൻ പാടുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലിഫ്. ഇനി അസ്ലിയായ മദ്ദുള്ളത് 5 അക്ഷരങ്ങളിലാണ്. 14 അക്ഷരങ്ങളിൽ ഒരക്ഷരത്തിൽ തീരെ മദ്ദില്ലാതെ അലിഫ്. ഇനി 13 അക്ഷരങ്ങളുണ്ട്. അതിൽ 13 അക്ഷരങ്ങളിൽ 5 അക്ഷരങ്ങൾ അസ്ലിയായ മദ്ദുള്ള അക്ഷരങ്ങളാണ്. അതേതൊക്കെയാണ്? ഹയ്യുൻ ത്വഹർ. ഹയ്യുൻ ത്വഹർ. അഹ്സൻ. ഹയ്യുൻ ത്വഹറിലാണ് ഈ മദ് അസ്ലി മാത്രം വരുന്നത്. ഇനി മദ് ലാസിം വരുന്നത് 7 അക്ഷരങ്ങളിലാണ്. 14 അക്ഷരത്തിൽ അലിഫിൽ തീരെ മദ്ദില്ല, അപ്പൊ 13. ഹയ്യുൻ ത്വഹർ കഴിഞ്ഞാൽ പിന്നെ 8. ആ 8 അക്ഷരങ്ങളിൽ 7 അക്ഷരങ്ങളിൽ മദ് ലാസിം 6 ഹറക്കത്ത് ഖദർ നീട്ടൽ നിർബന്ധം. അതേതൊക്കെയാണ്? സനഖുസ്സു ലക്കും. സനഖുസ്സു ലക്കും എന്നുള്ള 7 അക്ഷരങ്ങൾ. സനഖുസ്സു സീൻ നൂൻ ഖാഫ് സാദ് ലാം കാഫ് മീം എന്നിങ്ങനെ 7 അക്ഷരങ്ങളിൽ സനഖുസ്സു ലക്കും എന്ന 7 അക്ഷരങ്ങൾ ലാസിമായ മദ്ദിന്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. 6 ഹറക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ സനഖുസ്സു ലക്കും എന്നതിലുള്ള ഏതക്ഷരം ഈ ഫവാത്തിഹു സുവറുകളിൽ വന്നാലും നീട്ടുക നിർബന്ധമായി നമ്മൾ നീട്ടേണ്ടതുണ്ട്. പിന്നെ ഒരക്ഷരം ഐൻ എന്ന അക്ഷരം, അത് 2 രൂപത്തിൽ അഭിപ്രായമുണ്ട്. 4 ഹറക്കത്ത് നീട്ടാം എന്ന അഭിപ്രായവുമുണ്ട്. അതുപോലെ 6 ഹറക്കത്ത് മദ് ലാസിമിന്റെ അതേ രൂപത്തിൽ 6 ഹറക്കത്ത് നീട്ടാം എന്ന അഭിപ്രായമുണ്ട്. 4 ഹറക്കത്ത് നീട്ടാം എന്ന അഭിപ്രായമുണ്ട്. കാഫ് ഹാ യാ ഐൻ സാദ്. കാഫ് എന്നുള്ളത് സനഖുസ്സു ലക്കും എന്നതിലുള്ള അക്ഷരമാണല്ലോ. അപ്പൊ അത് 6 ഹറക്കത്ത് നീട്ടണം. ഹ എന്നുള്ളത് ഹയ്യുൻ ത്വഹറിൽ ഉള്ളതാണ്. അത് 2 ഹറക്കത്ത് നീട്ടാൻ പാടുള്ളൂ. മദ് അസ്ലിയാണ്. യാ എന്നുള്ളതും ഹയ്യുൻ ഹയ്യുൻ ത്വഹറിൽ ഉള്ളതാണ്. അതും 2 ഹറക്കത്താണ് നീട്ടേണ്ടത്. ഐൻ എന്നുള്ളത് 4 നീട്ടാം 6 നീട്ടാം. സാദ് സനഖുസ്സു ലക്കും. സാദ് മദ് ലാസിമിന്റെ രൂപമാണ് വരുന്നത്. അപ്പൊ അതിൽ മദ് ലാസിം വരാൻ കാരണം എന്താ? സനഖുസ്സു ലക്കും എന്ന അക്ഷരങ്ങളിൽ സീനിലും നൂനിലും ഖാഫിലും സാദിലും ലാമിലും കാഫിലും മീമിലും മദ് ലാസിം വരാനുള്ള കാരണം എന്താ? ആ അക്ഷരങ്ങളുടെ അവസാനത്തിൽ എന്തുണ്ട്? സുക്കൂൻ ഉണ്ട്. സീൻ എന്ന് പറയുമ്പോൾ അവസാനം നൂനിന് സുക്കൂൻ ഉണ്ട്. നൂൻ എന്ന് പറയുമ്പോൾ നൂനിന് സുക്കൂൻ ഉണ്ട് മദ്ദക്ഷരത്തിന് ശേഷം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഖാഫ് ആ ഫാഇന് സുക്കൂൻ ഉണ്ട്, അതുകൊണ്ട് മദ് ലാസിമായി. അതുകൊണ്ടാണ് മദ് ലാസിം. ഹയ്യുൻ ത്വഹർ എടുത്തു നോക്കൂ. ഹ ശേഷം സുക്കൂനില്ല. യാ സുക്കൂനില്ല. ത സുക്കൂനില്ല. ഹ സുക്കൂനില്ല. റ സുക്കൂനില്ല.
അവസാനം സുക്കൂനില്ല മദ്ദക്ഷരത്തിന് ശേഷം, അതുകൊണ്ടാണ് അത് മദ് അസ്ലിയായി മാറുന്നത്. ഐനിന്റെ വിഷയത്തിൽ അത് മദ് ലാസിമിൽ പെട്ടതാണ് എങ്കിലും ലീനക്ഷരത്തിന്റെ ശേഷമുള്ള സ്ഥിരമായ സുക്കൂൻ ആയതുകൊണ്ട് തന്നെ അതിൽ രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ഐൻ എന്നുള്ളത് 4 ഹറക്കത്തും നീട്ടാം, 6 ഹറക്കത്തും നീട്ടാം. അപ്പൊ നമ്മൾ ഇനി നീട്ടുന്ന വിഷയത്തിൽ സംശയിക്കാൻ പാടില്ല. ഇനി അടുത്ത മദ്, 4ാമത്തെ മദ് അൽ മദ്ദുൽ ആരിദ് ആണ്. അൽ മദ്ദുൽ ആരിദ് മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ താൽക്കാലിക സുക്കൂൻ വന്നാൽ ഉള്ള മദ്ദിനാണ് മദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ താൽക്കാലിക സുക്കൂൻ വരിക, അതാണ് മദ്ദുൽ ആരിദ്. താൽക്കാലിക സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ? വഖഫിന്റെ വേളയിൽ നമ്മൾ സുക്കൂൻ നൽകുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്നാണ് ശരിക്ക്. വഖഫ് ചെയ്യുമ്പോൾ റഹീം എന്ന് മീമിന് താൽക്കാലികമായി സുക്കൂൻ നൽകും. അപ്പൊ അവിടെ 6 ഹറക്കത്ത് വരെ നീട്ടാവുന്നതാണ്. 6 ഹറക്കത്ത് വരെ നീട്ടാവുന്നതാണ്. മദ് അസ്ലീനേക്കാൾ നീട്ടൽ നിർബന്ധം ഇല്ല. മദ്ദുൽ ആരിദ് മദ് അസ്ലീനേക്കാൾ നീട്ടൽ നിർബന്ധം ഇല്ല. റബ്ബിൽ ആലമീൻ. അപ്പോ നീട്ടൽ നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മദ്ദുൽ ആരിദ് 2 ഹറക്കത്ത് നീട്ടാം, 4 ഹറക്കത്ത് നീട്ടാം, 6 ഹറക്കത്ത് നീട്ടാം. അതേസമയം 6 ഹറക്കത്ത് നീട്ടുക അതാണ് ഏറ്റവും ഉത്തമം. 6 ഹറക്കത്ത്, ഈ നീട്ടുന്ന വിഷയത്തിലുള്ള ഓരോ നീട്ടലിനും പേരുണ്ട്. 2 ഹറക്കത്തിന് പേരുണ്ട്, 2 ഹറക്കത്തിന് പേരുണ്ട്, 4 ഹറക്കത്തിന് പേരുണ്ട്, 5 ഹറക്കത്തിന് പേരുണ്ട്, 6 ഹറക്കത്ത് വരെ നീട്ടുന്നതിന്, ഈ നീട്ടുന്ന അവസ്ഥയ്ക്ക് പേരുണ്ട്. 2 ഹറക്കത്ത് നീട്ടുന്നതിന് എന്താ പേര് പറയാ? ഖസ്ർ ചെയ്യുക എന്നാണ് പറയാ. അസ്ലിയായ മദ്ദിന്റെ ഖദറിൽ മാത്രം നീട്ടുന്നതിന് ഖസ്ർ ചെയ്യുക, ബിൽ ഖസ്ർ എന്നൊക്കെ തജ്വീദിന്റെ കിതാബുകളിൽ കാണാം. ഖസ്ർ ചെയ്യുന്നതിനാണ് 2 ഹറക്കത്ത് നീട്ടുക എന്ന് പറയുന്നത്. 4 ഹറക്കത്തിന്റെ പേരെന്താണ്? തവസ്സുത്ത് എന്നാണ്. തവസ്സുത്ത്, 4 ഹറക്കത്തിന്റെ പേരെന്താണ്? തവസ്സുത്ത് ചെയ്യുക എന്നതാണ്. 5 ഹറക്കത്തിന് എന്താ പേര്? ഫുവൈഖു തവസ്സുത്ത് എന്നാണ്. ഫുവൈഖ് ഫൗഖ് എന്നതിന്റെ തഖ്ലീലിന്റെ രൂപമാണ്. ഫുവൈഖു തവസ്സുത്ത്. ഫൗഖ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ഫുവൈഖ് എന്ന് പറഞ്ഞാൽ തൊട്ടു മുകളിൽ. ഫുവൈഖു തവസ്സുത്ത് അത് എത്ര ഹറക്കത്താണ് പറയൂ? ഫുവൈഖു തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ എത്ര ഹറക്കത്താ? തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ 4, ഫുവൈഖു തവസ്സുത്ത് 6 അല്ല 5. ഫുവൈഖു തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ 5. തവസ്സുത്ത് 4, ഫുവൈഖു തവസ്സുത്ത് 5. 6 ഹറക്കത്ത് നീട്ടുന്നതിന് ഊല് അല്ലെങ്കിൽ ഇഷ്ബാഅ് എന്നാണ് പറയാ. ഊല് അല്ലെങ്കിൽ ഇഷ്ബാഅ്. 6 ഹറക്കത്ത് നീട്ടുന്നതിന് പേരെന്താ? ഊല് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ബാഅ് ചെയ്യുക എന്നതാണ്. ഇതൊക്കെ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഹറക്കത്തുകൾ നീട്ടുന്നതിന്റെ പേര് മനസ്സിലാക്കിയാൽ നിങ്ങളൊക്കെ കുറച്ചു കഴിഞ്ഞാൽ നല്ല അറബി ഭാഷയൊക്കെ പഠിച്ച് അറബ് പണ്ഡിതന്മാരുടെ ഖാരിഈങ്ങളുടെ ഒക്കെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ അവര് 4 ഹറക്കത്ത് 3 ഹറക്കത്ത് എന്നല്ല പറയാ, അവര് ബിൽ ഖസ്രി എന്നാണ് പറയാ. ബിത്തവസ്സുത്തി, ഫുവൈഖു തവസ്സുത്തി എന്നൊക്കെയാണ് പറയാ. ബിത്തൂലി അല്ലെങ്കിൽ അവിൽ ഇഷ്ബാഇ എന്നൊക്കെയാണ് പറയാ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ അവരുടെ ക്ലാസ്സുകളും മറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഹറക്കത്തിന്റെ ഖദറുകളുടെ പേര് നമ്മൾ പറഞ്ഞു. മദ്ദുൽ ആരിദ് അല്ലമൽ ഖുർആൻ യഅലമൂൻ തഅലമൂൻ യഅമലൂൻ. ഇതൊക്കെയാണ് മദ്ദുൽ ആരിദിന്റെ ഉദാഹരണം. മദ്ദുൽ ആരിദ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അവസാനത്തെ മദ് അൽ മദ്ദുല്ലീൻ, ഫറഈയായ മദ്ദുകളിൽ അവസാനത്തെ അൽ മദ്ദുല്ലീൻ, മദ്ദുല്ലീൻ ആണ്. എന്താണ് മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ? ലീനക്ഷരങ്ങൾക്ക് ശേഷം വഖഫ് കൊണ്ട് സുക്കൂൻ പുതുതായി വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. ലീനക്ഷരങ്ങൾക്ക് ശേഷം. ലഇലാഫി ഖുറൈശ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് വആമനഹും മിൻ ഖൗഫ് വസ്സൈഫ്. അപ്പൊ അതാണ് മദ്ദുല്ലീൻ.
ഇതും 2 ഹറക്കത്ത്, 4 ഹറക്കത്ത്, 6 ഹറക്കത്ത് എന്ന തോതിൽ നീട്ടാം. 2 നീട്ടാം, 4 നീട്ടാം, 6 നീട്ടാം. ഏറ്റവും നല്ലത് 2 ഹറക്കത്ത് നീട്ടലാണ്. ലിഈലാഫി ഖുറൈശ് എന്ന് ഓതുന്നതിനേക്കാൾ എത്രയോ നല്ലത് എന്താണ്? ലിഈലാഫി ഖുറൈശ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് എന്ന് നീട്ടുന്നതിനേക്കാളും നല്ലത് എന്താണ്? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അപ്പൊ ഖിറാഅത്ത് മത്സരത്തിലൊക്കെ ആരാണ് മദ്ദുല്ലീന് കൂടുതൽ കിട്ടിയത്? അവർക്കൊരു മാർക്കൊക്കെ കുറക്കാം നമുക്ക് വേണമെങ്കിൽ. മറ്റേയാളെക്കാളും മാർക്ക് കുറക്കാം എന്നല്ല, രണ്ടുപേരും തുല്യമായി ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട് എങ്കിൽ മദ്ദുല്ലീൻ കൂടുതൽ നീട്ടിയ ആളെ സെക്കൻഡും മദ്ദുല്ലീൻ കുറച്ച് നീട്ടുകയാണ് ചെയ്തതെങ്കിൽ അയാളെ ഫസ്റ്റ് ആക്കാം നമുക്ക്. കാരണം മദ്ദുല്ലീൻ അല്പം നീട്ടലാണ് നല്ലത്. മദ്ദുൽ ആരിലോ 6 ഹറക്കത്ത് തൂല ചെയ്യലാണ് നല്ലത്. മദ്ദുല്ലീൻ ഖസ്ർ ചെയ്യലാണ് നല്ലത്. അല്ല, ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്തുകൾ ചേർന്നാലാണ് ഒരു അലിഫാവുക. 2 ഹറക്കത്തുകൾ. മദ് അസ്ലിന്റെ ഖദർ എത്രയാണ്? 2 ഹറക്കത്തല്ലേ? അപ്പൊ മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലിഫ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാവ് ഇട്ട് കൊടുക്കുക, ഒരു യാ ഇട്ട് കൊടുക്കുക, അതാണല്ലോ മദ് അസ്ലി. അപ്പൊ 2 ഹറക്കത്തുകളുടെ ഖദറാണ് ഒരു അലിഫിന്റെ ഖദർ. മദ്ദു ലാസിമിൽ 3 അലിഫിന്റെ ഖദർ അല്ലെങ്കിൽ 6 ഹറക്കത്തിന്റെ ഖദർ ആണ് നീട്ടേണ്ടത്. മദ്ദുല്ലീൻ അത് നമ്മൾ പഠിച്ചു അല്ലെ? ഇനി മദ്ദുൽ ബദൽ. മദ്ദുൽ ബദൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. മദ്ദുൽ ബദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹംസയെ നീട്ടാൻ വേണ്ടി വരുന്ന അലിഫിനും വാവിനും യാഇനും ഹംസയുടെ ശേഷം അലിഫോ വാവോ യാഓ വന്നാൽ അതാണ് മദ്ദുൽ ബദൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദം എന്നതിന്റെ അടിസ്ഥാനം അദം എന്നാണ്. അത് പിന്നെ ആദം എന്നായി മാറിയതാണ്. അപ്പോ ആദം എന്നതിലുള്ള ആ മദ്ദക്ഷരം അദം ഹംസയിൽ നിന്ന് ബദലായി വന്ന മദ്ദക്ഷരമാണ്. ആ മദ്ദിനാണ് മദ്ദുൽ ബദൽ എന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ മദ്ദുൽ ബദലാണ്. ഈലാഫ്, ലിഈലാഫ് മദ്ദുൽ ബദലാണ്. നമ്മുടെ ഖിറാഅത്ത് അനുസരിച്ച് മദ്ദുൽ ബദൽ അസ്ലിയായ മദ്ദിൽപ്പെട്ടതാണ്, കൂടുതൽ നീട്ടേണ്ടതില്ല. അതേസമയം മറ്റു ചില ഖിറാഅത്തുകളിൽ ഇമാം വർഷ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഖിറാഅത്തിൽ 4 ഹറക്കത്തൊക്കെ മദ്ദുൽ ബദൽ നീട്ടുന്ന ഖിറാഅത്തുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മദ്ദുൽ ബദൽ മദ്ദാണ് എന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് മദ്ദുകളിൽ ഏറ്റവും ഖുവ്വത്ത് കുറഞ്ഞ 5ാം സ്ഥാനത്തിലുള്ള മദ്ദാണ് മദ്ദുൽ ബദൽ. അഖ്വൽ മുദൂദി ലാസിമുൻ ഫമത്തസൽ ഫആരിദുൻ ഫാദുൻ ഫിസാലിൻ ഫബദൽ. മുൻഫസിലായ മദ്ദും കഴിഞ്ഞ 5ാം സ്ഥാനമാണ് മദ്ദുൽ ബദലിനുള്ളത്. എന്തുകൊണ്ട്? മദ്ദുൽ ബദൽ മദ്ദാണ് എന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് 5ാം സ്ഥാനമാണ്. എന്തിനാണ് ഈ മദ്ദുകളുടെ ഖുവ്വത്ത് പഠിക്കുന്നത്? മദ്ദുകളുടെ ഖുവ്വത്ത് നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഏറ്റവും ശക്തിയുള്ള മദ് മദ് ലാസിം, 2ാം സ്ഥാനം മദ് മുത്തസിൽ, 3ാം സ്ഥാനം മദ് ആരിദ്, 4ാം സ്ഥാനം മദ് മുൻഫസിൽ, 5ാം സ്ഥാനം മദ്ദുൽ ബദൽ. എന്തിനാ ഇത് പഠിക്കണത്? ഇത് പഠിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഒരേ സ്ഥലത്ത് തന്നെ 2 മദ്ദുകൾ വരുന്ന അവസ്ഥയുണ്ടാവും. ഉദാഹരണത്തിന് വഅൻസൽനാ മിനസ് സമാ എന്നൊരാൾ നിർത്തുകയാണ്. സമാ എന്ന പദത്തിൽ ഏത് മദ്ദാണുള്ളത്? വഅൻസൽനാ മിനസ് സമാ, അതിലേത് മദ്ദാ ഉള്ളത്? മുത്തസിലായ മദ്ദാണുള്ളത്. അതേസമയം വഖഫ് ചെയ്യുമ്പോൾ അവിടെ ആരിളായ മദ്ദ് കൂടെ ഇല്ലേ? മുത്തസിലായ മദ്ദാണ്. മുത്തസില് 4-5 ഹറക്കത്തിലാണ് നീട്ടേണ്ടത്. അതേസമയം വഖഫിന്റെ വേളയാകുമ്പോൾ അത് ആരിളായ മദ്ദ് കൂടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഏതാണ് നീട്ടേണ്ടത്? അവിടെ 6 ഹറക്കത്ത് വരെ നീട്ടാം. 6 ഹറക്കത്ത് വരെ നീട്ടാം. പക്ഷേ അവിടെ ഏറ്റവും നല്ലത് ഏതാണ്? മുത്തസിലായ മദ് എന്ന് പരിഗണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട്? 2 മദ്ദുകൾ ഒരുമിച്ചു വന്നാൽ രണ്ട് 2 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
മദ്ദുകൾ ഒരുമിച്ച് വന്നാൽ ഏറ്റവും പൂവത്തുള്ള മദ് ഏതാണ് എന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ നീട്ടേണ്ടത്. ആ മദ്ദിന്റെ രൂപത്തിൽ നീട്ടുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ട് മദ്ദുകൾ ഒരുമിച്ച് വന്നാൽ എന്ന സ്ഥലത്ത് രണ്ട് മദ് വന്നു, മദ് മുത്തസിലും വന്നു, ആരിലും വന്നു. അവിടെ മദ് മുത്തസിലായി പരിഗണിച്ച് 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത്, ഖാരി ഉസ്താദിന്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ 7 ഹറക്കത്ത്, അത് നീട്ടുന്നതാണ് ഏറ്റവും നല്ലത്. മദ്ദുൽ ആരിദ് എന്ന് പരിഗണിച്ച് 6 ഹറക്കത്ത് നീട്ടുക എന്നത് അത് എന്തല്ല, പിന്നെ രണ്ടാം സ്ഥാനമേ അതിനു വേണ്ടിയാണ് മദ്ദുകളുടെ ഖുവ്വത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി മദ്ദുൽ ഇവൽ എന്നൊരു മദ്ദുണ്ട്. മദ്ദുൽ ഇവൽ എന്താണ് മദ്ദുൽ ഇവൽ എന്ന് പറഞ്ഞാൽ? മദ്ദുൽ ഇവൽ അത് നമ്മുടെ നോട്ടിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മദ്ദുൽ ഇവൽ എന്താണ്? മദ്ദുൽ ഇവൽ എന്ന് പറഞ്ഞാൽ, മദ്ദുൽ ഇവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പദങ്ങളുടെ ഇസ്മുകളുടെ അവസാനത്തിൽ തൻവീൻ വരും. ഫത്ഹത്തൈനി, അബദൻ എന്നൊക്കെ വരും. അബദൻ എന്നുള്ളത് വഖഫ് ചെയ്യുന്ന സമയത്ത് അബദൻ എന്നതിലുള്ള തൻവീനിലുള്ള നൂന് അലിഫായി മറിയും. ആ നൂനിന് പകരം ഒരു അലിഫിനെ പകരം നൽകും. അങ്ങനെ വരുന്ന മദ്ദുകൾക്കാണ് അബദൻ എന്നുള്ളത് വഖഫിന്റെ വേളയിൽ അബദ എന്നാണല്ലോ ആവുക. അതിനാണ് മദ്ദുൽ ഇവൽ എന്ന് പറയുന്നത്. ആ മദ്ദിനാണ് മദ്ദുൽ ഇവൽ എന്ന് പറയുന്നത്. തൻവീൻ ഫത്ഹത്തൈനിയിലുള്ള നൂനിനെ വഖഫിന്റെ വേളയിൽ അലിഫാക്കി മറിച്ച് അസ്ലിയായ മദ്ദിന്റെ ഖദറിൽ നീട്ടുക, അതിനാണ് മദ്ദുൽ ഇവൽ എന്ന് പറയുന്നത്. അപ്പൊ മദ്ദുൽ ഇവൽ എന്ന് എവിടെയും കേട്ടാൽ നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല, ഭയവിഹ്വലരാവേണ്ടതില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മദ്ദുൽ ഇവൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല അല്ലെ? നമ്മൾ അബദൻ എന്ന് ഖുർആനിൽ വന്നാൽ വഖഫ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഓതുക? അബദൻ എന്നതിലുള്ള തൻവീനിന്, അബദൻ എന്നത് എങ്ങനെയാണ്? ഒരാളൊന്ന് എഴുതൂ അബദൻ എന്നുള്ളത്. അബദൻ, നഅം. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ ആള് ജോയിൻ ചെയ്തോ? മനസ്സിലായിട്ട് ജോയിൻ ചെയ്തോ? അപ്പൊ അബദൻ എന്ന പദം, അബദൻ എന്ന് വേണമെന്നില്ല, മുഅ്മിനൻ എന്നത് വഖഫ് ചെയ്യുമ്പോൾ മുഅ്മിന എന്നാണല്ലോ വഖഫ് ചെയ്യാം. സൈദൻ എന്നത് അതിന്റെ മുകളിൽ വഖഫ് ചെയ്യുമ്പോൾ സൈദ. അബദൻ എന്നുള്ളത് അബദ എന്നാണല്ലോ വഖഫ് ചെയ്യാം. അപ്പൊ അവിടെയുള്ള തൻവീനിൽ ഉള്ള നൂനിനെ നമ്മൾ അലിഫാക്കി മാറ്റുന്നുണ്ട്. ആ നൂനിന് പകരമാണ് വഖഫിന്റെ വേളയിൽ നമ്മൾ അലിഫ് നൽകുന്നത് അല്ലെ? അബദൻ എന്നതിലുള്ള, അബദൻ എന്നത് തൻവീൻ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഉച്ചാരണത്തിൽ എന്താണുള്ളത്? അബദൻ എന്നാണുള്ളത്. അബദൻ അല്ലെ? അത് നമ്മൾ വഖഫിന്റെ വേളയിൽ അബദ, അബദത്ത് എന്നായിപ്പോയി അല്ലെ? കുഴപ്പമില്ല. അബദ എന്നാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. ആ തൻവീനിലുള്ള നൂനിനെ അലിഫാക്കി മറിച്ച് നീട്ടുന്നതിനാണ്, ആ മദ്ദിനാണ് മദ്ദുൽ ഇവൽ എന്ന് പറയുന്നത്. മദ്ദുൽ ഇവൽ നമ്മുടെ ഖിറാഅത്തിൽ അത് മദ് അസ്ലിയിൽ പെട്ടതാണ്, അസ്ലിയായ മദ് തന്നെയാണ്. അങ്ങനെ കൂടുതൽ നീട്ടരുത്, അസ്ലിയായ മദ് തന്നെ. ഇർഫാന പി എ സൗണ്ട്. ഇനി മദ്ദുകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട
മദ്ദുസ്സില നമുക്ക് നാളെ ആക്കണോ? ഇന്ന് മതിയോ? മദ്ദുസ്സില നാളെ ആക്കണോ? ഇന്ന് മതിയോ? നാളെ ആക്കണോ അല്ലെ ഇന്നേ ആവൂന്ന് പറഞ്ഞാല് ഇന്ന് വേണം. ആയിക്കോട്ടെ. എന്താണ് പരിശുദ്ധ ഖുർആനിൽ ഹാ ഉൽ ളമീർ അല്ലെങ്കിൽ ഹാ ഉൽ കിനായ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹാ ഉൽ ളമീർ അല്ലെങ്കിൽ ഹാ ഉൽ കിനായ? ഹാ ഉൽ ളമീർ അല്ലെങ്കിൽ ഹാ ഉൽ കിനായ എന്നറിയപ്പെടുന്ന ഒരു ഹാ ഉണ്ട്. ഏതാണ് ആ ഹാ? ലഹുൽ മുൽക്കു വലഹുൽ ഹംദു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു. ഹ ഹി ഹു ബിയദിഹി എന്ന് ഹി എന്ന് വരുന്നത്, അതുപോലെ ലഹു എന്ന ഹു എന്ന് വരുന്നത്. അപ്പൊ ആ ഒരു ഹാഇനാണ് ഹാ ഉൽ കിനായ അല്ലെങ്കിൽ ഹാ ഉൽ ളമീർ, ളമീറിന്റെ ഹാ എന്ന് പറയുന്നത്. അവൻ അല്ലെങ്കിൽ അത് എന്ന അർത്ഥത്തിലാണ് ഈ ഹാ വരുന്നത്. ലഹു എന്ന് പറഞ്ഞാൽ എന്താ? അവന് എന്നാണ്. ലഹു അവന് അഥവാ അള്ളാഹുവിന് അൽ മുൽക്കു സർവാധികാരവും ഉണ്ട്, അവനാണ് സർവാധികാരവും എന്നൊക്കെ രൂപത്തിൽ വരുന്ന ആ ഒരു ഹ ആണ് ഹാ ഉൽ ളമീർ അല്ലെങ്കിൽ ഹാ ഉൽ കിനായ എന്നറിയപ്പെടുന്ന ഹാ. ഈ ഹാഇന് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഹാഇന് ചില പ്രത്യേകതകൾ. എന്താണ് ഈ ഹാഇന്റെ പ്രത്യേകത? ഈ ഹാ ഉൽ ളമീരിന്റെ മുൻപും ശേഷവും ഹറക്കത്തുള്ള അക്ഷരമാണ് എങ്കിൽ, എല്ലാവരും ശ്രദ്ധിക്കുക, ഹാ ഉൽ ളമീരിന്റെ മുൻപും ഹറക്കത്തുള്ള അക്ഷരമാണ്, ശേഷവും ഹറക്കത്തുള്ള അക്ഷരമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഹാ ഉൽ ളമീരിനെ നീട്ടൽ നിർബന്ധമാണ്. ചേർത്തി ഓതുന്ന സമയത്ത് നീട്ടൽ നിർബന്ധമാണ്. ഹാ ഉൽ ളമീരിന്റെ മുൻപും ഹറക്കത്തുള്ള അക്ഷരമാണ്, ശേഷവും ഹറക്കത്തുള്ള അക്ഷരമാണ് എങ്കിൽ ഈ ഹാ ഉൽ ളമീരിനെ നീട്ടൽ നിർബന്ധമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാ ഉൽ ളമീരിന്റെ മുൻപും ശേഷവും ഹറക്കത്തുള്ള അക്ഷരമാണ് എങ്കിൽ ഹാ ഉൽ ളമീരിനെ നീട്ടൽ നിർബന്ധമാണ്. ഇനി മുൻപോ ശേഷമോ എവിടെയെങ്കിലും ഹറക്കത്തില്ല, സുക്കൂനാണ് എങ്കിൽ നീട്ടാൻ പാടില്ല, ഹാ ഉൽ ളമീരിനെ നീട്ടരുത്. അപ്പോ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്, ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്. അവിടെ ഹാ ഉൽ ളമീർ നീട്ടുന്നതുകൊണ്ട് ലഹു എന്ന ഹാ ഉൽ ളമീറിന്റെ മുൻപുള്ള ലാമിന് ഫത്ഹാണ്, ഹറക്കത്താണ്, സുക്കൂനല്ല. അതുപോലെ മുൽക്കു എന്ന മീമിനും ഹറക്കത്താണ്. അപ്പൊ ലഹു മുൽക്കു, ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് എന്ന രൂപത്തിലാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അതേസമയം ലഹുൽ മുൽക്കു, ലഹുൽ മുൽക്കു എന്ന സ്ഥലത്ത് ആ ഹാഇനെ നീട്ടൂല. എന്തുകൊണ്ട്? മുൻപ് ഹറക്കത്താണെങ്കിലും ശേഷം സുക്കൂനാണ്. ലഹുൽ എന്ന ലാമിന് സുക്കൂനാണ്, ശേഷമുള്ള ലാമിന് സുക്കൂനാണ്. ലഹുൽ മുൽക്കു, അതാണ് ഹാ ഉൽ ളമീർ. അപ്പോ മുൻപും ശേഷവും ഹറക്കത്തുള്ള അവസ്ഥയിൽ ഹാ ഉൽ ളമീർ വരുമ്പോൾ ആ ഹാ ഉൽ ളമീറിനെ ചേർത്തി ഓതുമ്പോൾ നീട്ടും, നിർത്തുമ്പോൾ നീട്ടൂല. ലഹു മുൽക്കു എന്ന സ്ഥലത്തും ലഹു എന്ന സ്ഥലത്ത് നിർത്തുന്ന സമയത്ത് ലഹു എന്നല്ല വഖഫ് ചെയ്യുക, ലഹ് എന്നാണ്. ചേർത്തി ഓതുമ്പോഴാണ് ഇത് നീളുക. അപ്പൊ അങ്ങനെയുള്ള ആ മദ്ദിനാണ് മദ്ദുസ്സിലഹ് എന്ന് പറയുന്നത്. മദ്ദുസ്സിലഹ്, മദ്ദുസ്സിലഹ് എന്ന് പറയുന്നത് സിലത്തിന്റെ മദ് എന്നാണ് പറയാൻ. ചേർത്തി ഓതുന്ന സമയത്ത് മാത്രം വരുന്ന മദ്ദായതുകൊണ്ട് മദ്ദുസ്സിലഹ്, ചേർത്തി ഓതുമ്പോൾ മാത്രം വരുന്ന മദ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നാളെ ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവും.
നാളെ കൊണ്ട് നമ്മുടെ ക്ലാസ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഭാഗം ബാക്കിയായി പോയാൽ മറ്റന്നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൂടി ഉണ്ടാകും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്. മദ്ദുസ്സുലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ മദ്ദുസ്സുല ചർച്ച ചെയ്യും. അതുപോലെ ഇൽത്തിഖാ ഉസ്സാക്കിനൈൻ, ഖുർആനിൽ 2 സുക്കൂനുകൾ ഒരുമിച്ച് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട റുമൂസുൽ മുസ്ഹഫ്, മുസ്ഹഫിലെ അടയാളങ്ങളും അതുപോലെ തന്നെ ലബ്തുൽ മുസ്ഹഫ്, മുസ്ഹഫിലുള്ള ലബ്തുകൾ, മുസ്ഹഫിലുള്ള ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ലബ്തുകളാണ്. അതിനെ സംബന്ധിച്ചുള്ള ചെറിയ ഒരു ചർച്ചയും ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ നടത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി